നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചാലും ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ആളൊരു രസികനാണ് എന്നുള്ള കാര്യത്തിൽ. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ചില പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോഴൊക്കെ തന്നെ അദ്ദേഹം വല്ലാതെ പ്രകോപിതനാകാറുണ്ട്. എങ്കിലും പലപ്പോഴും തമാശ നന്നായി ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ട്രംപ് എന്നാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹേഗിൽ നടന്ന നാറ്റോ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തയായി മാറുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ നാറ്റോ സെക്രട്ടറി ജനറൽ വിശേഷിപ്പിച്ചത് ഡാഡി എന്നായിരുന്നു. മാർക്ക് റൂട്ടെ എന്നാണ് സെക്രട്ടറി ജനറലിൻ്റെ പേര്. അദ്ദേഹം പ്രസംഗത്തിനിടയിൽ ട്രംപിനെ ഡാഡി എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഇത് കണ്ട പലരും ആകെ അമ്പരന്നു. ഇത്രയും വലിയ ഒരു പദവിയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന ലോകത്തെ ഏറ്റവും ശക്തനായ രാഷ്ട്രത്തലവനെ അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഡാഡി എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് പലർക്കും മനസ്സിലായില്ല. എന്നാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പലരും ട്രംപിനോട് ചോദിച്ചു, താങ്കളെ എന്തുകൊണ്ടാണ് റൂട്ടെ ഡാഡി എന്ന് വിശേഷിപ്പിച്ചത് എന്ന്. അതിനുള്ള ട്രംപിൻ്റെ മറുപടി അതിലും രസകരമായിരുന്നു. എനിക്ക് റൂട്ടെ വലിയ ഇഷ്ടമാണ്, റൂട്ടേക്ക് എന്നെയും വലിയ ഇഷ്ടമാണ്. ഇനി അങ്ങനെ ഇഷ്ടമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തല്ലും എന്നാണ്. അത്രത്തോളം സ്നേഹത്തോടു കൂടി വളരെ വാത്സല്യത്തോടു കൂടിയാണ് താൻ ആ കമൻറ്റ് സ്വീകരിച്ചത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോയാൽ അതിലും രസകരമാണ്. ട്രംപ് പറയുന്നത് ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയായത്. അതിനിടയിൽ ട്രംപ് പറഞ്ഞു, ഇവർ രണ്ടുപേരും ഇസ്രായേലും ഇറാനും സ്കൂൾ കുട്ടികളെ പോലെ അവിടെ നിന്ന് തല്ലുകൂടുകയാണ്. 2-3 മിനിറ്റ് ഈ കുട്ടികളുടെ തല്ല് നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞ് നമ്മൾ പിടിച്ചു മാറ്റണം, അതല്ലെങ്കിൽ അത് കുഴപ്പമാകും. അപ്പോൾ ആ അർത്ഥത്തിലാണ് താൻ പറഞ്ഞത് എന്നും. കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ അച്ഛന്മാരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറും പരാമർശിക്കാറും ഒക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ കുട്ടികളെ പിടിച്ചു മാറ്റാൻ വന്ന അവരുടെ ഡാഡി എന്ന അർത്ഥത്തിലാണ് ഈ റൂട്ടെ ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തിയത് എന്നാണ് ട്രംപ് വിശദീകരിച്ചത്. പിന്നെ റൂട്ടെ ഇത് തന്നെയാണ് പറഞ്ഞത്, താൻ അദ്ദേഹത്തെ ഡാഡി എന്നല്ല വിളിച്ചത്. ഈ അർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും സ്കൂൾ കുട്ടികളോട് ഉപമിച്ചപ്പോൾ അവരുടെ ഡാഡിയായ ട്രംപ് വന്ന് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ള നല്ല അർത്ഥത്തിലാണ് താനത് പ്രയോഗിച്ചത് എന്നും ട്രംപിനെ ഒരിക്കലും കളിയാക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് വളരെ ശക്തമായ ഭാഷയിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ ആക്രമിച്ചു എന്നാരോപിച്ചുകൊണ്ട് ട്രംപ് വളരെ സഭ്യമല്ലാത്ത ചില പദപ്രയോഗങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തൻ്റെ ഒരു രീതിയാണ്. ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ താൻ ചില കടുത്ത പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുകയും ചെയ്യും. മാത്രവുമല്ല, റൂട്ടേക്കും തൻ്റെ അതേ മാർഗം പിന്തുടരാം എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം റൂട്ടെ ചെയ്യുന്നത് വലിയൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ റൂട്ടേക്കും വേണമെങ്കിൽ തൻ്റെ പോലെയുള്ള ചില പ്രത്യേക പദപ്രയോഗങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില അത്ര സഭ്യമല്ലാത്ത ഇംഗ്ലീഷിലെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ വേണമെങ്കിൽ റൂട്ടേക്കും ഭാവിയിൽ ഉപയോഗിക്കാം എന്നാണ് ട്രംപ് ഇപ്പോൾ ഉപദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് അതിന് ചിരി അടക്കാൻ കഴിയാത്തതും ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം കുനിഞ്ഞിരുന്ന് പൊട്ടിച്ചിരിക്കുന്നതും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമെന്ന വലിയ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ പോലും ഇത്തരത്തിലുള്ള ചെറു തമാശകളൊക്കെ ആയിട്ടാണ് ട്രംപ് രംഗത്തെത്തിയത് എന്നുള്ളത് ട്രംപിൻ്റെ തന്നെ മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.